തൃശ്ശൂർ അരിമ്പൂർ ദേശത്തുള്ള കുണ്ടിൽമഠത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിത്രകൂടമാണ്. കോഴിക്കോടുള്ള ഭാരതീയ ക്ഷേത്ര നിർമ്മാണം സജ്ജാലം എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഈ ചിത്രകൂടങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് അടിസ്ഥാനപരമായിട്ട് 3 കല്ലുകളാണ്. ഈ അടിവശത്തുള്ള കല്ലിലേക്ക് മുകളിലുള്ള കല്ല് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതിലൊരു ഡിപ്പുണ്ട്, അതേപോലെ മുകൾ വശത്തെ കല്ലും ഇതിലേക്ക് ഇറക്കി വെച്ചിരിക്കുക. ഇത് എൻ്റെ സ്തൂപിക പോലത്തെ ഒരു കല്ലാണ്. ഇതും മുകളിൽ ഇറക്കി വെച്ചിരിക്കുക. ഇവിടെ ഒരു മുകളിലൊരു ഡിപ്പുണ്ട്, അതിലേക്ക് ഇറക്കിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്, ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ കല്ല് അടിവശം നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു ഡിപ്പ് ഉണ്ടാക്കിയിട്ട് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് എടുത്ത് വെച്ചാൽ അരിഞ്ഞെടുത്തു. നടുവിലത്തെ കല്ലിൻ്റെ ഉള്ളിൽ ഒരു റൂമുണ്ട്. ആ റൂം നോക്കി കഴിഞ്ഞാൽ കാണാം. അടിവശത്തെ കല്ലിലേക്കും ഈ ഡിപ്പുണ്ട്, മുകളിലെ വശത്തേക്കുള്ള ഡിപ്പുണ്ട്, കുഴിയുണ്ട്. അപ്പോൾ ഇത് ആണ് ദ്വാരം. ഇതിലൂടെയാണ് നാഗദേവന്മാർക്ക് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. ഈ കല്ല് ഞങ്ങൾ ചെറിയ സൈസാക്കിയിട്ട് ടൈലാക്കി മാറ്റിയതാണ്. ഇത്രയും ഉറപ്പുള്ള കല്ലാണ് ഇതിന് കംപ്രസീവ് സ്ട്രെങ്ത് വന്നിട്ട് 22 Nm/mm² ഉണ്ട്. അത് അത്രയും ഉറപ്പുള്ള കല്ലാണ്. ഇതിൻ്റെ യൂണിറ്റ് വെയിറ്റ് 2400 കിലോ ആണ് കോൺക്രീറ്റിന്. ഇതിൻ്റെ യൂണിറ്റ് വെയിറ്റ് 2600 കിലോ ആണ് M3. അപ്പോൾ അത്രയ്ക്കും ഉറപ്പുള്ള കല്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചിത്രകൂടത്തിൻ്റെ വർക്കുകൾ ചെയ്യുന്നത്. ഈ കല്ല് ചിത്രകൂടം നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഈ കല്ല് തന്നെ അരച്ചിട്ടുള്ള മണ്ണിൻ്റെ പേസ്റ്റിലാണ്. ഈ മണ്ണിൻ്റെ പേസ്റ്റും ഈ കല്ലിൻ്റെ തന്നെ പൊടിച്ച പൊടിയുണ്ട്. ഇത് വെള്ളക്കുമ്മായിട്ട് മിക്സ് ചെയ്തിട്ട് ശർക്കര വെള്ളവും കൂട്ടി ഒഴിച്ചിട്ട് നമ്മൾ പേസ്റ്റ് പോലെ ആക്കിയിട്ട് തറേൻ്റെ മുകളിൽ തേച്ചിട്ടാണ് ഈ ചിത്രകൂടം വെക്കുക. ഇത് ഞങ്ങളിതിൻ്റെ കല്ലിൻ്റെ പൊടി അരച്ചിട്ടുണ്ടാക്കിയ പെയിൻറ്റാണ്. കുറച്ചൊരു ബൈൻഡിങ് ഏജൻറ്റ് ആഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ശംഖുപൊടീനെ കൊണ്ട് വെള്ള കളറുണ്ട്, പിന്നെ കിണറിൻ്റെ അടിയിലത്തെ ചീടി മണ്ണിൽ നിന്ന് സാൻഡിൽ കളറുണ്ട്. അങ്ങനത്തെ വിവിധ കളറുള്ള മണ്ണുകൾ സോഴ്സ് ചെയ്തിട്ടാണ് ഈ പെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ജസ്റ്റ് ഒരു ബൈൻഡിങ് ഏജൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ VOC കണ്ടൻറ്റ് എന്ന് പറയും, വോളറ്റൈൽ ഓർഗാനിക് കണ്ടൻറ്റ്. അത് ഓൾമോസ്റ്റ് 0. അപ്പം ഇത്തരം നാച്ചുറലായിട്ടുള്ള പെയിൻറ്റുകൾ ഉണ്ടാക്കുന്നത് വളരെ അപൂർവമാണ്. പണ്ട് മ്യൂറൽ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിച്ചിരുന്നത്. കല്ലുകൾ അരച്ചിട്ടുള്ള കളറുകളാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഉപയോഗിച്ചിരുന്നത്. അതേ സെയിം സാധനം തന്നെയാണ് ഇത്.